സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് 2026 നമ്മുടെ ഏകദേശം ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത മാസമായിരിക്കും നമ്മുടെ പകുതിയോടെ, ഏകദേശം ഒരു 14ഓടെ നമ്മുടെ ഈ ഫുട്ബോൾ അങ്ങനെ മാറാൻ പോകണം. മൊത്തത്തിൽ നമ്മളെല്ലാവരും ഇന്ന് രാവിലെയും ഗൈസ് നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഇപ്പോഴും ഒരു ചെറിയ ചാൻസ് ഉണ്ട്. നമ്മുടെ കൊനാമി മിക്കവാറും നമ്മുടെ റയലിൻ്റെ ചിലപ്പോൾ നമ്മുടെ ലൈസൻസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ സിദാൻ്റെ കാർഡുകൾ ഓരോ കാർഡുകളായിട്ട് കൊനാമി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്നും ഉറപ്പാണ് ഗൈസ്, നമ്മുടെ 2026 കൊനാമി ഉറപ്പായിട്ടും നോക്കിയിരിക്കുക. അവർ ഉറപ്പായിട്ട് എന്താ പറയുക, ഇത്ര അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പൈസ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മച്ചാൻ വരെ നിങ്ങൾ ഉറപ്പായിട്ടും തമ്മിലേയും കണ്ട പോലെ തന്നെ 26 മുമ്പ് ചെയ്തു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിത് ഇപ്പോഴേ പറയുന്നത് വെച്ചാൽ നമ്മൾ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും കുറേ കാര്യങ്ങൾ മറന്നു പോകും. അപ്പം നിലവിലിപ്പം ഓരോ ദിവസം കൂടുന്നതോറും നമ്മുടെ ഓരോരുത്തരുടെ അക്കൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ റെഡിയും കോഡിനെ പറ്റിയും അങ്ങനെയുള്ള കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഉറപ്പായിട്ട് മച്ചാൻ വരെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വെച്ചവരെ ഗൈസ്. അപ്പോൾ നമ്മൾ ഡെയിലി 8 മണിക്കാണ് രാത്രി ലൈവ് വരാറ്. പിന്നെ വ്യാഴാഴ്ച നമ്മൾ ഓൾറെഡി മെയിൻ്റെനൻസ് ലൈവ് ഉണ്ട്, അതായത് രാവിലെ ഒരു 10 മണി തൊട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ആവും. അപ്പോൾ ഗൈസ് ഞാൻ ഓൾറെഡി ഓരോ പോയിന്റ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം മച്ചാൻ. നമ്മളിവിടെ മൊത്തം 6 പോയിന്റ് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതിനെ പറ്റിയാണ്. ഓൾറെഡി കൊനാമി തന്നെ പറഞ്ഞിട്ടുണ്ട് മച്ചാൻ. നമ്മൾ ഓൾറെഡി എന്താ പറയുക, അവരുടെ എന്താ പറയുക നിയമമായിട്ട് എന്താ പറയുക പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത്, അതായത് ഗൈസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു മച്ചാൻ പറഞ്ഞായിരുന്നു. ഞാൻ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിൽ Q&A കൊടുത്തപ്പം കുറേ പേര് പറഞ്ഞു എൻ്റെ അക്കൗണ്ട് ബ്രോ ഇങ്ങനെ രാവിലെ തന്നെ നോക്കുമ്പോൾ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് കിട്ടുന്നില്ല. അത് അക്കൗണ്ട് അടിച്ചു നോക്കിയിട്ടും പാസ്വേഡ് ഇമെയിൽ അടിച്ചു നോക്കിയിട്ട് പോലും അവർ തരുന്നില്ല. അപ്പം അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം മച്ചാൻ. ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് കുറേ വീഡിയോകൾ കണ്ടു. ഇപ്പം മൈനസ് കോയിനുകൾ സംഭവിക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അതായത് പക്കായിട്ടുള്ള എന്താ പറയുക കോയിൻ റേറ്റ് കുറച്ചിട്ട് നല്ല രീതിയിലുള്ള കോയിൻ മേടിച്ച് കഴിഞ്ഞാൽ സീനില്ല. അതുപോലെ തന്നെ മച്ചാൻ പറ്റി നമ്മുടെ ട്രേഡിങ് കൂടെ, അതായത് ഇപ്പോൾ ഗൂഗിൾ പേ വഴി നമ്മൾ എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ ചിലവർ സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അറിയാൻ കഴിയുന്നത് നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത് ഇപ്പം നല്ല പാക്കുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് നമ്മുടെ അക്കൗണ്ട് നല്ല രീതിയിൽ സംഭവം സെറ്റാക്കണം. കാരണം മച്ചാൻ പറ്റി ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ 9000 കോയിൻ കൊടുത്തിട്ട് വരെ പേരെ കിട്ടാത്തവരുണ്ട്. പക്ഷേ എന്താ പറയുക, ചിലവർ 1000 രൂപ കൊടുത്തിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്, 100 കോയിന് കിട്ടിയവരുണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾ ആരും പോയിട്ട് ഈ ഒരു ക്രോമിലോ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ എന്താ പറയുക കുറേ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊന്നും പോയിട്ട് നിങ്ങളുടെ ഒറിജിനൽ ഐ ഡി ആരും ഇമെയിൽ വെച്ചിട്ട് പാസ്വേഡ് വെച്ച് ചെയ്യരുത്. കാരണം ഓൾറെഡി അടുത്ത ദിവസം ഗൈസ് ഇപ്പോഴും കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കോയിൻ കിട്ടുമെന്ന് വെച്ചിട്ട്. പക്ഷേ അത് നിങ്ങളുടെ ഉറപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആവും. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കില്ല, അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കൂല ഗൈസ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഡിലീറ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ ഇത്രയോടെ നല്ലൊരു അക്കൗണ്ടൊന്നും ഇനിയും പോരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ തന്നെ പറയുന്നത്. പിന്നെ മച്ചാൻ നിങ്ങൾ എന്തായാലും 2026 ഇപ്പം ഇനി അടുത്ത് വരാൻ പോകണം. അപ്പോൾ എല്ലാവരും നമ്മുടെ കൊനാമി ഐ ഡി ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. അത് നമ്മുടെ സെറ്റിംഗ്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ വേണേൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് സെറ്റാക്കാം. പിന്നെ മച്ചാൻ നമുക്കറിയാം, ഞാനായപ്പോലും ഇന്നലെ GP നമ്മളെല്ലാവരും ഇപ്പോൾ അറിയാം കുറേ, എനിക്കൊക്കെ 1 കോടി GP അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ നമുക്കറിയാം GP വെച്ചിട്ട് ഒരു ഗുണമില്ല എന്ന് വെച്ചിട്ട് എല്ലാവരും GP വെറുതെ റിലീസായി കളയും. അപ്പോൾ നിങ്ങൾ ആരും നിലവിൽ GP ഒന്നും ഇനി അനാവശ്യമായിട്ട് റിലീസാക്കേണ്ട. കാരണം നമ്മുടെ കൊനാമിയാണ്, അവരെന്താ ചെയ്യാന്ന് നമുക്കറിയില്ല. അപ്പം ചിലപ്പോൾ GP വെച്ചിട്ടുള്ള ഒരു നല്ല കാലം നമുക്ക് വരാൻ ചിലപ്പോൾ എന്തെങ്കിലും അറിയില്ല കേസ്, എന്തായാലും എന്തെങ്കിലും GP വെച്ചിട്ട് നമുക്ക് ഗുണം ഉണ്ടാവും ചിലപ്പം. അതുകൊണ്ട് നിങ്ങളാരും അനാവശ്യമായിട്ട് ഇപ്പം നമുക്കറിയാം, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പ്ലേയേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് 5 ലക്ഷം GP കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര ലിമിറ്റഡ് ആയിട്ടുള്ള എങ്ങാണ്ട് തരും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെയാണ് ഓർത്തെ പറയാൻ പറ്റില്ല, കൊനാമിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പിന്നെ വെച്ചാൽ ഓൾറെഡി പറയുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ആരും ഇനാക്റ്റീവ് ആവേണ്ടിയിരിക്കരുത് ഗൈസ്, എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം. അതായത് നിങ്ങൾ എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങളിപ്പോൾ ചിലവരിറങ്ങാൻ ചിലപ്പം തിരക്കുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിലായിരിക്കാം നമ്മൾ മൾട്ടി ആപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അതൊന്നും ഡെയിലി ലോഗിൻ ചെയ്യാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗൈസ് ഇപ്പം ഒരാഴ്ചയിൽ ഒന്നെങ്കിലും ലോഗിൻ ചെയ്യുക. കാരണം ഒന്നാമത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടുകളെല്ലാം നിലവിൽ അവർ റിമൂവ് ചെയ്ത് കളയപ്പം അങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന്, അതായത് നമ്മുടെ ഗെയിമിനോട് ഒരു മടുപ്പാണെങ്കിൽ പോലും, പക്ഷെ മടുപ്പല്ല ഗൈസ്, ഇപ്പോൾ അടുത്ത് തന്നെ നല്ല നല്ല കാര്യങ്ങൾ വരാൻ പോവുകയാണ്. അവർ ഉറപ്പായിട്ടും നമ്മുടെ ഗെയിം പ്ലേ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. കാരണം സ്ക്രിപ്റ്റിംഗ് ഒക്കെ വന്നാലും അവരെന്തായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ഇനിയിപ്പോൾ അടുത്ത മാസം അപ്ഡേറ്റും കൂടെ ആയതുകൊണ്ട് ഇപ്രാവശ്യം അവർ പറയുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടും നല്ല രീതിക്ക് തന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതിനനുസരിച്ച് കാര്യങ്ങളും മാറ്റം ഉണ്ടാവും ഗൈസ്. പക്ഷേ എന്നാലും നമ്മുടെ കൊനാമി അല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് കൊണ്ടുപോകും നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസം
അതൊന്ന് ആക്റ്റീവ് ആയിരിക്കുക. പിന്നെ ഗൈസ് നിങ്ങൾ ഡെയിലി ലോഗിൻ ചെയ്യുക. ഇത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം മച്ചാമാരെ ഓൾറെഡി നിങ്ങൾക്കറിയാം ഈ അടുത്ത് തന്നെ ഇന്നിപ്പോൾ ഞാൻ ഡെയിലി ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ ഡെയിലി ലോഗിൻ ചെയ്തും GPയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് എനിക്കിപ്പോൾ ഏകദേശം ഒരു 1.5-2 മാസം കൊണ്ട് ഏകദേശം ഒരു 3000-ത്തിനടുത്ത് കോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. ഞാൻ അത് ഇതിൽ കൂട്ടിച്ചേർക്കുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഡെയിലി ലോഗിൻ ചെയ്യുക. നമുക്കറിയാം 250 കോയിന് ഡെയിലി ലോഗിൻ ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. മറ്റേ ആ സെലക്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം എല്ലാവരും ഡെയിലി ലോഗിൻ ചെയ്യുക. ആരും മറന്നു പോകരുത്. പിന്നെ ഗൈസ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മച്ചാമാരെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡേറ്റ് അടക്കം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഗൈസ് ഇത് എനിക്ക് അത്രത്തോളം കൺഫേം പറയാൻ പറ്റില്ല. നമ്മുടെ മാച്ച് പാസ് ഉണ്ടല്ലോ, നമ്മൾ 500 കൊടുത്ത് നമുക്ക് 800 കിട്ടും, 800 കൊടുത്ത് 1500 കിട്ടും. അത് ചിലപ്പോൾ നിലവിൽ ഇവരിപ്പോൾ ഇപ്രാവശ്യം മൊത്തം തട്ടിപ്പാണ്, കാരണം നമ്മുടെ പൈസ പോകുന്നുള്ളൂ. പക്ഷേ 2026 വരുമ്പോൾ ചിലപ്പോൾ ഇവരിത് മൊത്തത്തിൽ മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പോൾ കോയിൻ ഇല്ലാത്തവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ കേട്ടോ, അതെനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ ഇവരിത് മാറ്റി പുതിയതായിട്ടുള്ള രീതിയിൽ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മുടെ യൂസേഴ്സിനൊക്കെ എളുപ്പമായിരിക്കും. കാരണം ഇതൊരു എന്താ പറയുക, കൊനാമിയുടെ നഷ്ടമല്ല ഗൈസ്, ഓൾറെഡി ഇത് ഉള്ളതാണ്. അപ്പം മിക്കവാറും ചിലപ്പം ഇതൊന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ മച്ചാമാരെ ഓൾറെഡി പറയാനുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പാക്കിൽ ഗൈസ് ഞാനൊരു ഇത് പറയല്ല മച്ചാമാരെ, കുറേ പേരൊക്കെ പെല കറക്കിയിട്ട് കിട്ടാത്തവരുണ്ട്. അപ്പം എന്താ പറയുക, ഇന്ന് അതായത് നിങ്ങൾക്ക് മാലിന്യൻ്റെ ഒരു പാക്ക് ഉണ്ട് നമ്മുടെ ഇറ്റാലിയൻ്റെ. ഇന്ന് പാക്ക് 20 മണിക്കൂറും കൂടി ഉള്ളൂ, 19-20 മണിക്കൂർ അങ്ങോട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടവർ ഉറപ്പായിട്ട് ഇന്നൊന്ന് കറക്കി നോക്കും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാൻ ഓൾറെഡി അതിൻ്റെ ട്രിപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ പറയുക, കുറേ പേർക്കൊക്കെ 100, 200, 300 കിട്ടിയിട്ടുണ്ട്. അപ്പം വെറുതെ കോയിൻ കളയുന്നതിന് പകരം മച്ചാമാരെ ഈ ഒരു ടൈമുകളിൽ ജസ്റ്റ് എന്താ പറയുക, എല്ലാവരും ആക്റ്റീവ് അല്ലാത്ത ടൈമുകളിലൊക്കെ ഒന്ന് കറക്കി നോക്കുക. അതായത് രാവിലെ 5 മണി പിന്നെ രാത്രി 12 മണി ആ ഒരു ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് കറക്കി വെക്കുക. കാരണം പറയാൻ പറ്റില്ല മച്ചാമാരെ, നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുകയാണ് ഉറപ്പായിട്ട്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് മച്ചാമാരെ. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കോയിൻ ഗീവേന്റെ കാര്യം പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബറോ എന്തോ ഒരു സംഭവം ചെയ്തിട്ട് അതെന്തോ ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് എന്തായാലും നമ്മൾ നാളെ രാത്രിയാണ് ഗീവേ കൊടുക്കുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ നമുക്ക് നാളെ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും മച്ചാമാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മച്ചാമാരെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, നമുക്ക് ഉറപ്പായിട്ട് സെറ്റാക്കാം. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ബിഗ് ടൈം വന്ന എല്ലാ കാർഡ്സും എനിക്ക് പ്രോഗ്രഷൻ ചെയ്യാൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ അത് ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നതുകൊണ്ടായിരുന്നു. അപ്പോൾ മച്ചാമാരെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.